السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بعد അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ കബറുകളും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിലുകൾ കബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, മവാഹിബുൽ ജലിയ, തഴവ ഉസ്താദ് രചിച്ച മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ആദാബുൽ മസാജിദ് എന്നതിൻ്റെ 5ാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. തഴവ ഉസ്താദ് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നീ പള്ളി ഹൗലിൽ തുപ്പലും ശരിയല്ല, അതിലിട്ടഴുക്ക് നീ നീക്കലും പാടില്ല. വെള്ളം അതിൽ അധികം കിടപ്പുണ്ടെങ്കിലും പാടില്ല എന്ന സോദരാവിധി രണ്ടിലും. ഫതുഹുൽ മുഈൻ നീ നോക്കിയാൽ കാണുന്നതാ, വഖഫിന്റെ ബാബിൽ വ്യക്തമായി പറയുന്നതാ. പണ്ട് കാലങ്ങളിലൊക്കെ പള്ളികളിൽ ഹൗളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് വെള്ളം നിറയ്ക്കാൻ പറ്റുന്ന ഹൗളുകൾ. ഇന്നിപ്പോൾ മിക്ക പള്ളികളിലും ഹൗളുമാക്കി ടാപ്പാക്കിയിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച്. ചില പള്ളികളിൽ ഹൗളുണ്ട്, എന്നാൽ ആ പള്ളി ഹൗളിൽ നീ തുപ്പാൻ പാടില്ല കേട്ടോ. അഴുക്ക് അതിലിട്ട് കഴുകാനും പാടില്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉളുടുക്കാൻ വേണ്ടി നിറച്ചിട്ടിരിക്കുന്നതാണ് ഹൗള്. അതിലെന്ത് ചെയ്യരുത്, തുപ്പരുത്, വളരെ ശ്രദ്ധിക്കണം. നീ പള്ളിയിൽ ഇരിക്കുന്ന സമയം ഒന്നിലും ചാരാതിരിക്കൽ നല്ലതാണൊരു തൂണിലും. പള്ളിയിലിരിക്കുമ്പോൾ ഒന്നിലും ചാരാതിരിക്കുക. ചുമരിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനത്തിലോ തൂണിലോ ഒന്നിലും ചാരാതെ നേരെ ഇരിക്കുക. അതാണ് വേണ്ടത്. പള്ളിയിരിക്കുന്നതിന് മര്യാദകളിൽപ്പെട്ടതാണ്. ഇത് സാഹിദീങ്ങളിൽ നിന്നൊരാൾ പറയുന്നതാ, തനിക്കുള്ള പതിവിത് പോലെയാണെന്നുള്ളതാ. സാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജീവിതങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ജീവിക്കുന്നവർ. അങ്ങനെയുള്ള മഹാന്മാർ പറഞ്ഞതാണിത്. പക്ഷേ ഇത് ജായിസാണെന്നാണ് ഫത്ഹുൽ ബാരിയിൽ 467 1-ാം ഭാഗമേ. ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് ചാരി ഇരിക്കാം, അനുവദനീയമാണ്. പക്ഷേ ഇതിലും ചാരാതെ ഇരിക്കലാണ് വേണ്ടത്. അതുപോലെ കാല് നീട്ടലും ഒഴിവാക്കണം. ഇതു കണ്ട് പലരും തുടരുവാനിടയാകണം. പള്ളിയിൽ ചെന്നിട്ട് കാല് നീട്ടിയിരിക്കുക, ഇവിടേക്ക് നേരെ ആയിരിക്കും ചിലപ്പോൾ കാല് നീട്ടിയിരിക്കുക. അത് പാടില്ല. നീ നീട്ടിയിരിക്കുന്നത് കണ്ടാൽ പലരും അത് നിന്നെ തുടർന്നുകൊണ്ട് അതേപോലെ ഇരിക്കും. അപ്പോൾ പള്ളിയിൽ കാല് നീട്ടാതെ ഇരിക്കേണ്ട മര്യാദ അനുസരിച്ച് വേണം ഇരിക്കുവാൻ. തൻബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 105-ൽ വിശദമായി പറയുന്നതാ. തദ്രീസ് പള്ളിയിൽ നല്ലതാണെന്നുണ്ട്, അത് മസ്ജിദിന്റെ ഇമാറത്തിൽ പെടുന്നുണ്ട്. തദ്രീസേ, ദർസ് നടത്തൽ. മുത്തഅല്ലിമീങ്ങളും മുദരിസീങ്ങളുണ്ട് ഒരു പള്ളിയിൽ. എന്നാൽ പള്ളിയിൽ ഉള്ളത് ദർസ് നടത്താൻ പറ്റുമോ? പറ്റും. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉസ്താദുമാർ കുട്ടികൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന ദർസ് നടത്തുന്നത് പള്ളിയിൽ അനുവദനീയമാണത്. മസ്ജിദിന്റെ ഇമാറാത്തിൽപ്പെട്ടതാണ് ദർസ് നടത്തുക എന്നത്. അതിൽ വിരോധമില്ല എന്നുള്ളതാണ്. ബൈളാവി ഇത് പറയുന്നതായി കാണുന്നതാ, തർഗീബ് വത്തർഹീബ് അതിൽ വിവരിച്ചതാ. നീ പള്ളിയിൽ വെച്ചിട്ട് ഞൊട്ടയിടുന്നതും ഒഴിക്കേണ്ടതാണതുപോലെ വിരി നടത്തുന്നതും. പള്ളിയിൽ നിന്ന് ഞൊട്ടയിടുക, ഞൊട്ടയിടുന്നതാണ് ഈ വിരൽ സൗണ്ട് കേൾപ്പിക്കുക, അതാണ് ഞൊട്ടയിടുകയുടെ ഉദ്ദേശം. അത് പള്ളിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വിധി നടപ്പാക്കുക, എന്തോ വിധി കൊണ്ട് അത് നടത്തുന്നതും വിധി കൽപ്പന നടത്തുന്നതും എന്ത് ചെയ്യാൻ പാടില്ല, പള്ളിയിൽ വെച്ചാകൽ പാടില്ലാത്തതാണ്.
ക്രയവിക്രയം ഒഴിവാക്കണേ നീ പള്ളിയിൽ, നടക്കല്ല നിസ്കരിക്കുന്നവന്റെ അമാമതിൽ. കാര്യങ്ങളൊക്കെ ചെയ്യുക, ക്രയവിക്രയങ്ങൾ അതും പള്ളിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ നിസ്കരിക്കുന്നവരുടെ മുന്നിൽ കൂടി നടക്കാനും പാടില്ല. അമാമെന്ന് മുന്നിൽ കൂടി, നിസ്കരിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു മറ എന്തെങ്കിലും വെക്കണം, ആ മറയുടെ അപ്പുറത്ത് കൂടി നടക്കാം, അല്ലാതെ നിസ്കരിക്കുന്നവരുടെ മുന്നിൽ കൂടി നടക്കാൻ പാടില്ലാത്തതാണ്. പഠിപ്പിക്കുവാനായി നീ കിടാങ്ങളെ മസ്ജിദിൽ കടത്തുന്നതും മക്റൂഹ് തന്നാ നിയമമിൽ. നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കട്ടെ എന്ന് കരുതി കൊച്ചു കുഞ്ഞുങ്ങളെ പള്ളിയിൽ പ്രവേശിപ്പിക്കുക അത് കറാത്താണ്. കാരണം വകതിരിവില്ലാത്ത കുഞ്ഞുങ്ങൾ പള്ളിയിൽ അകത്ത് കൊണ്ടുവന്നാൽ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ശബ്ദമുണ്ടാക്കുകയും മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ, വകതിരിവില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ പോലും പള്ളിയിൽ പ്രവേശിപ്പിക്കൽ മക്റൂഹാണ്, കറാഹത്താണ്. കാരണം എന്താ? അഴുക്കും നജസ്സു നോക്കാതവർ കടക്കുന്നതാ, അതിനാൽ അതും മലിനപ്പെടാനിടയുള്ളതാ. കുട്ടികൾക്കറിയില്ലല്ലോ പള്ളിയാണ്, അഴുക്കോ നജസ്സൊന്നും വീഴാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ നിന്നത് സംഭവിക്കുമ്പോൾ അത് മലിനപ്പെടും. പള്ളി വളരെ പവിത്രമായ സ്ഥലമാണ്, മലിനമാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മജ്നൂന് സിബിയാൻ ഇവരെ മസ്ജിദിൽ നിന്ന് അകറ്റേണ്ടതാണെന്നും ഹദീസിൽ വന്ന്. ഭ്രാന്തുള്ളവർ, മാനസിക രോഗമുള്ളവർ, സിബിയാന് കുട്ടികൾ, ഇവരൊക്കെ പള്ളിയിൽ നിന്ന് അകറ്റണം. പള്ളിയിൽ കുഞ്ഞുങ്ങളെയും അതുപോലെ മാനസിക വെല്ലുവിളിയുള്ളവരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇത് സ്വാവിയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 107 പേജ് 3 വന്നതാ. അപ്പോൾ കുഞ്ഞുങ്ങളെയും മാനസിക രോഗമുള്ളവരെയും എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിൽ പ്രവേശിപ്പിക്കരുത്. നജസിട്ട് പള്ളിയിൽ തേക്കലും വൻകുറ്റമാ, പൊറുക്കപ്പെടും നജസെങ്കിലും തത്തുല്യമാ. പള്ളിയിൽ നജസ് വീണു, എന്നാൽ അവിടെ ഇട്ടത് തേക്കുക പാടില്ലാത്തതാണ്. പൊറുക്കപ്പെട്ട നജസാണ്, അഫുവുള്ള നജസാണെങ്കിൽ പോലും അത് പള്ളിയിൽ വെച്ചത് അത് തേക്കൽ കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പായും വിരിപ്പും പള്ളിയിൽ കിടക്കുന്നത് പാടില്ല, നീ പുറത്തിട്ട് പെരുമാറുന്നത്. പള്ളിയുടെ അകത്തിട്ടേക്കുന്ന പായോ മറ്റ് വിരിപ്പുകളോ പള്ളിയുടെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, പെരുമാറാൻ പാടില്ല. മനസ്സിലായോ? അത് പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ വെളിയിൽ അത് കൊണ്ടുപോകാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതെങ്കിലും പള്ളിക്ക് പരിസരമിന്ന് പരിപാടി എന്തോ ഉണ്ട് എന്നാലെന്ന് സ്റ്റേജൊന്നലങ്കരിക്കുന്നതിന് മുസല്ലയ, കൂടാതെ മേശവിരിപ്പിനും അതു തന്നെയാ, പ്രത്യേകിച്ചെടുത്ത് തലയ്ക്കടിക്കത് വയ്ക്കലും അതുപോലെ പതിവാനെ വിരിച്ചു കിടക്കലും. പള്ളിയുടെ വെളിയിൽ എന്തോ പരിപാടിയുണ്ട്, അപ്പോൾ സ്റ്റേജ് അലങ്കരിക്കാനും മേശ വിരിക്കൊക്കെ പള്ളിയുടെ മുസല്ലയ്ക്കാണ് എടുക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇവയൊക്കെയും നീ മാറ്റലും വേണ്ടുന്നതാ, ഫതുഹുൽ മൊഴി നീ നോക്കിയാൽ കാണുന്നതാ. അപ്പോൾ പള്ളിയുടെ മുസല്ലകളൊന്നും ഈ വക ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ലാത്തതാണ്. അത് വേറെ വെളിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ വിരിപ്പുകളോ മറ്റോ കൊണ്ടുവന്ന് വേണം അതങ്ങൊക്കെ മേശ അലങ്കരിക്കുവാനും സ്റ്റേജ് അലങ്കരിക്കുവാനും. പള്ളിയിലുള്ള വിരിപ്പുകൾ എടുക്കാൻ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച സന്തോഷത്തോടെ നല്ല ദിവസത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണഭയറാകുന്ന സമയം മദീനയിലെത്തുവാനും മദീനയിൽ മരണപ്പെട്ട ജന്നത്തുൽ ബഖീഇൽ ഖബറടങ്ങാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമും ഓർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കൊടുത്ത് എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം വരിച്ച് സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളായിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ദുനിയാവിനും നമുക്കും ലോകർക്കും മുസ്ലിമുകൾക്കും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.